ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും കൂടി പോകുന്നത് ഫുജൈറയിലേക്കാണ്. ഇത്തവണ നമ്മൾ പോകുമ്പോൾ നല്ല തണുപ്പായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് നല്ല മഴയായിരുന്നു ഇവിടെ. ദുബായിൽ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂറുണ്ട് അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. നമ്മൾ പോകുന്ന വഴിക്ക് റോഡിലൊക്കെ വെള്ളമായിരുന്നു. ഫുജൈറയിൽ സാധാരണ ചെറിയൊരു തണുപ്പുള്ളൊരു കാലാവസ്ഥയാണ് ഉണ്ടാവാറ്. പക്ഷെ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറയാൻ വേണ്ട, നല്ല തണുപ്പായിരിക്കും. ഞങ്ങൾ പോയ സമയത്ത് ഇച്ചിരി വെയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ വെള്ളത്തിലിറങ്ങിയപ്പോൾ എന്ത് തണുപ്പാന്നറിയാവോ? ഞങ്ങളങ്ങനെ കുറേ നേരം വെള്ളത്തിലൊക്കെ കളിച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് വെള്ളം കണ്ടു കഴിഞ്ഞപ്പോൾ വണ്ടി കഴുകണം എന്നായി. അങ്ങനെ അവരിതാ വണ്ടി കഴുകാണ്. കാശിക്കുട്ട ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടുകയാണ്. ഇവിടുത്തെ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വരികയും പെട്ടെന്ന് നിൽക്കുകയും ചെയ്യും. പക്ഷെ നല്ല ശക്തിയുള്ള മഴയായിരിക്കും ഉണ്ടാവുക. ആ ഒരൊറ്റ മഴയുകൊണ്ട് നല്ല വെള്ളം വരികയും ചെയ്യും. അങ്ങനെ വന്നിട്ടുണ്ടായ വെള്ളം ദേ ഞാൻ കാണിച്ചു തരാം. എന്ത് ഭംഗിയാണെന്നറിയാം. ഈ ഫോട്ടോയിൽ കാണാനെക്കാട്ടിലും ഭംഗി നേരിട്ട് കണ്ട് ആസ്വദിക്കാനാണ്. നല്ല ഭംഗിയാണ് അവിടെ കാണാൻ. പിന്നെ എവിടെ പോയാലും നമ്മൾ ഫോട്ടോസും വീഡിയോസും എടുക്കുമല്ലോ, അങ്ങനെ സ്വാഭാവികം. അങ്ങനെ അതും നടന്നു. അവിടെ ഞങ്ങൾ കുറച്ച് അധികം നേരം തന്നെ വെള്ളത്തിലൊക്കെ കളിച്ച് നിന്നു കേട്ടോ. പിന്നെ ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നും മഴ ഇപ്പൊ പെയ്യുന്നു. പക്ഷെ ഞങ്ങൾ പോരുന്ന വരെ മഴയൊന്നും പെയ്തില്ല. പിന്നെ കാശിക്കൊണ്ട് ആ വെള്ളത്തിൽ നിന്ന് തിരിച്ചു വരാൻ വേണ്ടി ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പിടിച്ചു വലിച്ച് കൊണ്ടുവരികയാണ്. എനിക്ക് പോകുന്ന വഴിക്കുള്ള വ്യൂ ആണിത്. മേലെ ആകാശം കാണാൻ എന്ത് ഭംഗിയാ നോക്കിയാൽ. 2 സൈഡിലും മലകളും ഈ ആകാശത്തിന്റെ കളറും ഒക്കെ കൂടെ എന്ത് ഭംഗിയായിരുന്നു. നമ്മളീ പോകുന്ന സൈഡിലൊക്കെ കുഞ്ഞു കുഞ്ഞു വാദികൾ ഉണ്ടായിരുന്നു. വാദികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഈ വെള്ളം നിൽക്കുന്നതിനെയാണ് വാദി എന്നൊക്കെ പറയാ. ഇവിടെയൊക്കെ കുറേ ഫാമിലീസ് വരുന്നുണ്ട് ട്രക്കിങ്ങിനും ഹൈക്കിങ്ങിനും ഒക്കെ ആയിട്ട്. ഇതിന് മുന്നേ ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിലും പക്ഷേ അന്നൊരു വരണ്ട കാലാവസ്ഥയായിരുന്നു, ഭയങ്കര ചൂടുമായിരുന്നു. ഈ ഒരു ടൈമിൽ വന്നപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോഴും നമുക്ക് കാണാനൊക്കെ നല്ല ഭംഗിയാണ്, പക്ഷെ നല്ല ചൂടായിരുന്നു. പിന്നെ ഇതാണ് ഇവിടുത്തെ ടണൽ, നല്ല നീളം കൂടിയ ടണലാണ്. ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇങ്ങനത്തെ കുറേ ടണലുകൾ ഉണ്ട് ഇവിടെ. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അതിശയം തന്നെയാണ്. കാരണം ഇത്രയും വലിയ കുന്നൊക്കെ ഇവരെങ്ങനെ ഇങ്ങനെ തുരങ്കമായിട്ടൊക്കെ ഉണ്ടാക്കി നോക്കുമ്പോ. പിന്നെ വണ്ടി ഓടുമ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ഒരു ആഗ്രഹം, വണ്ടിന്റെ മേലെ കയറുന്ന ടാറ്റ ബൈ പറയണമെന്ന്. അങ്ങനെ നമ്മൾ കയറുന്ന വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റ ബൈ.